ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീഡ് കോമ്പൻസേറ്ററാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാഗ് കോമ്പൻസേറ്ററും അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലീഡ് കോമ്പൻസേറ്ററാണ്. അപ്പോൾ ലീഡ് കോമ്പൻസേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? എ കോമ്പൻസേറ്റർ ഹാവിങ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ലീഡ് നെറ്റ്വർക്ക്. ഒരു ലീഡ് നെറ്റ്വർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, അതായത് ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് സിഗ്നലിൽ ഒരു സിൻസോഡൽ വേവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലീഡ് നെറ്റ്വർക്കിൽ ഇൻപുട്ടിൽ ഒരു സിൻസോഡൽ സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഫേസ് ലീഡ് ആയിരിക്കും. ഇൻപുട്ടിനെ അപേക്ഷിച്ച് ഫേസ് ലീഡ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഇനി ലീഡ് കോമ്പൻസേഷൻ്റെ എന്താണ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലീഡ് കോമ്പൻസേഷൻ ഇൻക്രീസസ് ദ ബാൻഡ്വിഡ്ത്ത്, ഇംപ്രൂവ്സ് ദ സ്പീഡ് ഓഫ് റെസ്പോൺസ് ആൻഡ് ഓൾസോ റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് ഓവർഷൂട്ട്. Lead compensation appreciably improves the transient response, whereas there is a small change in steady state accuracy. Then നമ്മൾ ലാഗ് കോമ്പൻസേറ്ററിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചായിരുന്നു. ലാഗ് കോമ്പൻസേറ്റർ ഇസ് എ ലോ പാസ് ഫിൽറ്റർ എന്ന് പഠിച്ചായിരുന്നു. അതായത് ലോ ഫ്രീക്വൻസീസിനെ മാത്രമേ കടത്തി വിടുള്ളൂ, ഹൈ ഫ്രീക്വൻസീസിനെ അറ്റന്യൂവേറ്റ് ചെയ്യും. സോ ഇവിടെ ലീഡ് കോമ്പൻസേറ്റർ എന്ന് പറയുന്ന ഒരു ഹൈ പാസ് ഫിൽറ്ററാണ്. സോ ഇറ്റ് ആംപ്ലിഫൈസസ് ഹൈ ഫ്രീക്വൻസി നോയ്സ് സിഗ്നൽസ്. If the pole introduced by the compensator is not cancelled by a zero in the system, then lead compensation increases the order by system 1. And then ഈ താഴെ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് നമ്മുടെ ഈ ഫിഗറാണ് നമ്മുടെ ലീഡ് കോമ്പൻസേഷൻ്റെ പോൾ സീറോ പ്ലോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ലാഗ് കോമ്പൻസേഷൻ്റെ കേസിൽ നമുക്ക് പോൾ, അതായത് ഇതാണ് പോൾ എന്ന് പറയുന്നത്. ഈ ഇൻറ്റു മാർക്ക് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പോൾ, ആൻഡ് ഇത് സീറോ എന്ന് പറയുന്നത്. അതായത് ഈ സീറോ ആണ് നമ്മുടെ ന്യൂമറേറ്ററിൽ വരുന്നത്, പോൾസ് ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഈ ഇക്വേഷനിൽ നമ്മൾ ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മുടെ ലാഗിൻ്റെ ഇക്വേഷൻ, ആ സെയിം തന്നെയാണ്, കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ ലീഡിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഗിൻ്റെ കേസിൽ ഇത് നേരെ തിരിച്ചായിരുന്നു. അതായത് സീറോസ് ആയിരുന്നു ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നത്, പോളാണ് നിയർ ടു ഒറിജിൻ വന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഈ പോൾ സീറോ പ്ലോട്ടിൽ എന്താണ്? സീറോ ഈസ് ക്ലോസർ ടു ദ ഒറിജിൻ. സീറോ ആണ് ക്ലോസർ, ഒറിജിൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? സീറോ ആണ്. ഓക്കെ, ദെൻ ഇവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? മറ്റേ ലാഗിനെ പോലെ തന്നെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? എസ് പ്ലസ് ഇസഡ് സി ബൈ എസ് പ്ലസ് പി സി. അത് സീറോസ് മുകളിൽ താഴെ എന്താണ്? പോൾസ്. അപ്പോൾ എന്താണ്? സീറോ ഏതാണ്? 1/t അല്ലേ സീറോ, ആൻഡ് 1/α/t ആണ് പോൾ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എസ് പ്ലസ് 1/t ആൻഡ് എസ് പ്ലസ് 1/α/t. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഈസ് ലെസ് ദാൻ 1. കാരണം ഇവിടുത്തെ വാല്യൂ എന്താണ്? -1/α/t. മൈനസ് വാല്യൂ കൂടുതൽ ഇതാണ്, ആൻഡ് മൈനസ് വാല്യൂ കുറവ് ഇതാണ്. ഓക്കെ, ആൻഡ് ടി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ആൽഫ ലെസ് ദാൻ 1. അപ്പോൾ ഇതിൻ്റെ സീറോസും പോൾസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുവാണ്. ഓക്കെ, ദെൻ ആൽഫ വാല്യൂ ഒക്കെ എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മൾ ലാഗിന് ചെയ്ത പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് വെച്ചിട്ട് ലീഡ് കോമ്പൻസേഷനെ റിയലൈസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ലാഗിൻ്റെ കേസിൽ ഇതൊരു ലോ പാസ് ഫിൽറ്ററാണ്. സോ നമ്മൾ കപ്പാസിറ്റർ വന്ന എവിടെയാണ്? ഇവിടെ ആയിരുന്നു കപ്പാസിറ്റർ വന്നത്. R2 സീരീസ് ആയിട്ടായിരുന്നു ലാഗ് കോമ്പൻസേഷൻ്റെ കേസിൽ കപ്പാസിറ്റർ വന്നത്. പക്ഷേ ഇവിടെ ഹൈ പാസ് ഫിൽറ്ററാണ്. സോ ഹൈ പാസ് ഫിൽറ്ററിൽ എങ്ങനെയാണ് കപ്പാസിറ്റർ വരുന്നത്? ഇത് ഇങ്ങനെയാണ്. ഇവിടുത്തെ R1 പാരലൽ ആയിട്ടാണ് ഇവിടെ കപ്പാസിറ്റർ വന്നത്. ഓക്കെ, അതുപോലെ നമുക്കിവിടെ ഇൻപുട്ട് എന്താണ്? EI ഓഫ് എസ് ആൻഡ് ഔട്ട്പുട്ട് E0 ഓഫ് എസ്. രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, R1 R2. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് വേണ്ടത് ഏതാണ്? ഈ R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മുടെ E0 ഓഫ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ R2 വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? E0 ഓഫ് എസ്, അതായത് നമ്മുടെ ഈ വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് E0 ഓഫ് എസ്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. സോ E0 ഓഫ് എസ് ഈസ് ഈക്വൽ ടു E1 ഓഫ് എസ്. E1 എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ സോഴ്സ് വോൾട്ടേജ്, E1 ഓഫ് എസ് ഇൻറ്റു വോൾട്ടേജ് ഡിവിഷൻ റൂൾ വരുമ്പോൾ ഏതാണ്? ഏതിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണോ നമുക്ക് വേണ്ടത് അതായിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഏതിൻ്റെ അക്രോസ് ആയിട്ടാണ്? R2 ബൈ പിന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? R2 പ്ലസ് ഇവിടെ എന്താണ് വരുന്നത്? പാരലൽ കോമ്പിനേഷനാണ്. പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് എന്ത് വന്നത്? പാരലൽ കോമ്പിനേഷൻ റെസിസ്റ്റൻസ് പാരലൽ കോമ്പിനേഷൻ എന്താണ്? 1/R1 പ്ലസ് 1/R2 അല്ലേ. അപ്പോൾ R1 R2 ബൈ R1 പ്ലസ് R2. അപ്പോൾ ഇതാണ് ഇവിടെ R1 ഇൻറ്റു ഇവിടെ എന്താണ്? 1/SC ബൈ R1 പ്ലസ് 1/SC. ഓക്കെ, ദെൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണ്? ലാഗിൻ്റെ അതേ കേസിൽ തന്നെ നമ്മൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഇതാണ് നമ്മുടെ
കോമൺ ഇക്വേഷൻ എന്ന് പറയുന്നത്, സീറോസിൻ്റെയും പോൾസിൻ്റെയും കോമൺ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, S+1/t ആൻഡ് S+1/α_t എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഫോമിലോട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഇക്വേഷനാണ് നമുക്ക് ലീഡിൻ്റെ കേസിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? ലാഗിനെ പോലെ തന്നെ ലീഡിലും എന്താണ് ടി എന്ന് പറയുന്നത്, ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? R1(c). ഇവിടെ ടിയുടെ സ്ഥാനത്ത് എന്താണ്? R1c ആണ്. ദെൻ ആൽഫ ടിയുടെ കേസിൽ എന്താണ്? ഇവിടെ ടി ഓൾറെഡി ഉണ്ട്. ദെൻ ആൽഫ എന്തായിരിക്കും? ആൽഫ എന്ന് പറയുന്നത് ഇത് തിരിച്ചു വരത്തില്ല, ഇവിടെ 1/α ആണ് കിടക്കുന്നത്. ഓക്കെ, 1/α t ആണ്. സോ ആൽഫ എന്താണ്? ഇവിടെ ആൽഫ എന്താണ്? R2/R1+R2, അതാണ് ആൽഫ വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് ഇക്വേഷൻ കൂടെ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് ടി വാല്യൂ കിട്ടി, ദെൻ ആൽഫ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് വെച്ചിട്ട് ലീഡ് കോമ്പൻസേഷൻ്റെ റിയലൈസേഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതെന്ന് വെച്ചാൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലീഡ് കോമ്പൻസേറ്റർ വെച്ചിട്ടുള്ള ഫ്രീക്വൻസി റെസ്പോൺസ്, അതായത് നമ്മൾ മറ്റേ എസിൻ്റെ സ്ഥാനത്ത് Jω ഇട്ട് കൊടുത്തിട്ടുള്ള സെയിം സംഭവം, ലാഗിൽ ചെയ്ത സെയിം സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതി, അതായത് ആൽഫ, അതായത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ ഫോമൊക്കെ ഇങ്ങനെ ആയിരിക്കും, മിക്കവാറും ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഫോമൊക്കെ വരുന്നത്. 1+jω ഫോമിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ ഇക്വേഷൻ വരുന്നത്. സോ നമ്മൾ അങ്ങനത്തെ ഫോമിലാണ് നമ്മൾ എഴുതിയത്. ദെൻ ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ GC(s) ആണ്. സോ നമുക്ക് വേണ്ടത് എന്താണ്? GC(jω). സോ jω ഫോമിൽ എഴുതുമ്പോൾ നമ്മുടെ എസിൻ്റെ സ്ഥാനത്തെല്ലാം എന്താ വരും? jω വരും. വെൻ ഒമേഗ ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു 0 വരുമ്പം GC(jω) എന്ന് പറയുന്നത് ആൽഫ വരും. അതായത് ഈ രണ്ട് ടേമും 0 ആയി പോവും. ദെൻ ഇത് 1 ആണ്. സോ ബാക്കി ആൽഫ മാത്രം വരും. ഓക്കെ, ദെൻ ഇതിൻ്റെ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് എന്താണ് ഫേസ് ആംഗിൾ വെച്ചിട്ട് നമ്മൾ എഴുതിയിരിക്കുവാണ്. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1+jωt. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √1+. ജെയുടെ കോഎഫിഷ്യൻ്റായിട്ട് വരുന്നത് എന്താണ്? ωt. സോ ωt², അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതായത് √1+ωt² ആണ് ഈ ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ്. then അതിൻ്റെ ആംഗിൾ എന്താണ്? ആംഗിൾ tan ഇൻവേഴ്സ് ഓഫ് ωt ആണ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൻ്റെ കേസ് 1+jω α_t എന്ന് പറയും. ഇവിടെ ജെയുടെ കോഎഫിഷ്യൻ്റായിട്ട് വന്നിട്ടുണ്ടാവും ωα_t. സോ 1+ωα_t². ദെൻ അതിൻ്റെ ആംഗിൾ എന്താണ്? ആംഗിൾ tan ഇൻവേഴ്സ് ഓഫ് ഈ സെയിം ടേം ωα_t. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കോർണർ ഫ്രീക്വൻസി എടുക്കുന്നത് എങ്ങനെയാണ്? ഈ ജെഒമേഗയുടെ കോഎഫിഷ്യൻ്റായിട്ട് ഏത് ടേം വരുന്നു അതായിരിക്കും നമ്മുടെ 1/ ആ ടേമാണ് നമ്മുടെ കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മൾ ബോഡി പ്ലോട്ടിൽ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കാനൊക്കെ നമ്മൾ കോർണർ ഫ്രീക്വൻസി വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ആയിക്കോട്ടെ, ഫേസ് പ്ലോട്ട് ആയിക്കോട്ടെ, ബോഡി പ്ലോട്ട് വരയ്ക്കാൻ നമ്മൾ ഏതാണ് എടുക്കുന്നത്? കോർണർ ഫ്രീക്വൻസീസ് ആണ് എടുക്കുന്നത്. അപ്പോൾ കോർണർ ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷൻ, അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്ന് കോർണർ ഫ്രീക്വൻസി എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മുടെ ഈ ജെഒമേഗയുടെ കോഎഫിഷ്യൻ്റായിട്ട് വരുന്നത് എന്താണോ അതിൻ്റെ 1/ ടേം ആയിരിക്കും നമ്മുടെ കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? 2 എണ്ണം ഉണ്ട്, 2 ടേമില്ല ഇവിടെ. അപ്പോൾ 2 ടേം ഉണ്ട്. സോ നമുക്ക് 2 കോർണർ ഫ്രീക്വൻസീസ് ഉണ്ട്. ഒന്ന് ωc1 ആൻഡ് ωc2. ωc1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഈ ടേമിൽ ജെഒമേഗയുടെ കോഎഫിഷ്യൻ്റ് ആണ് ടി. അപ്പോൾ ωc1 = 1/t. ദെൻ സെക്കൻഡ് ടേമിൽ ജെഒമേഗയുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? α_t. ദെൻ ഇവിടെ ωct = 1/α_t. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ, കോർണർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താണ്? നമ്മൾ ആംപ്ലിറ്റ്യൂഡ് A = എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? A = 20 log നമ്മുടെ 2 മാഗ്നിറ്റ്യൂഡ്, 20 log √1+ωt² ആൻഡ് √1+ωα². ഇതാണ് നമ്മുടെ എയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളിനി കണ്ടീഷൻസ് വെക്കുന്നു. അതായത് ωt is very less than 1 and ωα_t is also less than 1. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്? ഈ 2 ടേമും 1 ആയി പോകും. അപ്പോൾ എ എന്ന് പറയുന്നത് 20 log 1 എന്ന് പറയും. log 1 0. സോ എയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0 ആയി പോകും. ഇനി അടുത്തൊരു ഫ്രീക്വൻസി റേഞ്ച് ωc1 to ωc2 എടുക്കുന്നു. ωc1 to ωc2 എടുക്കുമ്പം ωt is greater than 1 and ωα_t less than 1. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ എന്ത് വരും? ഈ ഡിനോമിനേറ്റർ ടേം എന്താണ്? 1 ആയി പോവും.
ദെൻ അതായത് ഈ ടേം എന്ന് പറയുന്നത് ഈസ് വെരി വെരി ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈസ് വെരി വെരി ലെസ് ദാൻ 1. സോ അത് നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ടേം കാണില്ല, ഇത് 0 ആയി പോകും. സോ ഇവിടെ 1 മാത്രം വരും. ദെൻ ബാക്കി വരുന്ന ടേം എന്തായിരിക്കും? ഇതായിരിക്കും. ഇത് 1 പ്ലസ്, അതായത് ഒമേഗ ടി വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ആ 1നെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ അകത്ത് എന്ത് വരും? 20 ലോഗ് റൂട്ട് ഓഫ് ഒമേഗ ടി സ്ക്വയർ മാത്രം വരും. സോ അതിന് എന്താണ്? ഒമേഗ ടി സ്ക്വയർ റൂട്ടിനകത്താണ്. സോ നമ്മുടെ എയുടെ ഇക്വേഷൻ എന്താണ്? 20 ലോഗ് ഒമേഗ ടി. ദെൻ രണ്ടും ഹൈ ഫ്രീക്വൻസീസ് ആകുന്ന കേസിൽ, രണ്ടും ഹൈ ഫ്രീക്വൻസീസ് ആകുമ്പം എന്ത് വരും? ഒമേഗ ടിയും ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഒമേഗ ആൽഫ ടിയും വെരി വെരി ഗ്രേറ്റർ ദാൻ 1. സോ അങ്ങനെ വരുന്ന കേസിൽ രണ്ടിലും എന്താണ്? ഈ 1 പ്ലസ് ടേം എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. കാരണം 1നേക്കാൾ ഒരുപാട് ഗ്രേറ്റർ ആണ്. സോ അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ദെൻ ബാക്കി എന്ത് വരും? റൂട്ട് ഓഫ് ആ ടേംസ് മാത്രം വരും. സോ ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 20 ലോഗ് 1 ആൽഫ. ഇതാണ് ഹൈ ഫ്രീക്വൻസി കേസിൽ, അത് എ ഈസ് ഈക്വൽ ടു 20 ലോഗ് ആൽഫ. ദെൻ നമ്മുടെ ലാഗിൻ്റെ കേസ് പോലെ തന്നെ ലീഡിൻ്റെ കേസിലുള്ള ബോഡി പ്ലോട്ട് ഡയഗ്രമാണ് ഇത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലീഡാണ്, അതായത് +20 ഡെസിബൽ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഇവിടെ എന്താണ്? ഫേസ് ലീഡ്, അതായത് അത്രയും ആ സ്ലോപ്പ് വരുന്ന ആ ടൈമിലെന്ന് പറയുന്നത് എന്താണ്? ലീഡിങ്, അതായത് മാക്സിമം ഫേസ് ആംഗിൾ വരുന്ന ടൈമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്താണ്? 20 ലോഗ് 1 √α നമ്മൾ. ഓക്കെ, 20 ലോഗ് 1 √α ആണ് ആ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയും 20 ഡെസിബലാണ്. ഇവിടെ ഇപ്പം പോസിറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് എന്താണ്? 20 ഡെസിബൽ പ്ലസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലീഡിൻ്റെ ബോഡി പ്ലോട്ട് എന്ന് പറയുന്നത്. ദെൻ ഇതെല്ലാം നമ്മുടെ ലാഗിൽ ചെയ്ത സെയിം അതുപോലെ തന്നെയാണ് ഫ്രീക്വൻസി ഓഫ് മാക്സിമം ഫേസ് ലീഡ് എന്ന് പറയുന്ന ഒമേഗ എം, അതായത് ഫേസ് ലീഡ്, അതായത് ആ മാക്സിമം പോയിന്റ്, അതായത് ഈ നമ്മളിപ്പോൾ നോക്കിയ ഫിഗറിൽ ഈ ടൈം, അതായത് ഇത്രയും ഫേസ് പീക്ക് ആവുന്ന ടൈമിലുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? √ ഓഫ് ഒമേഗ C1 പ്ലസ് ഒമേഗ C1 ഇൻറ്റു ഒമേഗ C2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താണ്? ഒമേഗ C1 എന്താണ്? 1/T ആൻഡ് ഒമേഗ C2 എന്താണ്? 1/α/T. ഓക്കെ, അത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ എം, അതായത് ഫ്രീക്വൻസി ഓഫ് മാക്സിമം ഫേസ് ലീഡ്, ഇക്വേഷൻസ് ഒക്കെ നോക്കി വെക്കണം, നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഓഫ് മാക്സിമം ഫേസ് ലീഡ് എന്ന് പറയുന്നത് എന്താണ്? 1/T√α ആണ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ഒമേഗ എം, ഫൈ എം ആൻഡ് ആൽഫ. ഓക്കെ, അതെന്താണ്? നമ്മുടെ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ നമുക്ക് എഴുതാൻ അറിയാം. ന്യൂമറേറ്റർ വരുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് കാണില്ല, ഡിനോമിനേറ്റർ വരുമ്പോൾ നമ്മൾ നെഗറ്റീവിലാണ് എഴുതുന്നത്. ന്യൂമറേറ്ററിൽ വരുന്നത് എന്താണ്? tan inverse ഓഫ് ഒമേഗ ടി ആൻഡ് ഡിനോമിനേറ്ററിൽ വരുന്നത് എന്താണ്? tan inverse ഓഫ് ഒമേഗ ആൽഫ ടി ആണ്. ഓക്കെ, അപ്പോൾ ഒമേഗ എമ്മിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇവിടെ കണ്ടുപിടിച്ചു 1/T√α എന്ന് പറയുന്നിട്ട് 1/T√α എന്ന് വെച്ചിട്ട് ഒമേഗയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദെൻ അതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 5mൻ്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, 5m അതെല്ലാം നമ്മൾ ലാഗിന് ചെയ്ത സെയിം തന്നെയാണ്. 5mൻ്റെ ഇക്വേഷൻ tan inverse ഓഫ് 1 - α/2√α എന്ന് വരും. ദെൻ അതുപോലെ ആൽഫയുടെ ഇക്വേഷൻ എന്താ വരും? ഇതിനെ ഒന്നും കൂടെ tan എടുക്കുമ്പോൾ എന്ത് വരും? ആൽഫ ഈസ് ഈക്വൽ ടു 1 - sin 5m/1 + sin 5m എന്ന് പറഞ്ഞ് ഇക്വേഷൻ കിട്ടി. ഇതിപ്പോൾ ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ലാഗിൻ്റെ കേസിൽ നമ്മൾ ഫുള്ള് ഡിറൈവ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഡിറൈവ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഈ ലീഡിലും ഈ എല്ലാ ഇക്വേഷൻസും വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇനി എന്ത് നോക്കാം? ലീഡ് കോമ്പൻസേറ്റർ ഡിസൈൻ, അതായത് ബോഡി പ്ലോട്ട് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ലീഡ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം പാതി വേറെ എന്താണ് നമ്മൾ ലാഗിന് ചെയ്ത അതുപോലെ തന്നെയാണ്. അതിനുശേഷം കുറച്ച് വ്യത്യാസമുണ്ട് ലീഡിൻ്റെ കേസിൽ. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ ലാഗിൽ ചെയ്ത സെയിം മെത്തേഡാണ്. നമുക്കൊരു ക്വസ്റ്റ്യനിൽ എന്താണ്? നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഒരു അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണും. അതിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? K വാല്യൂ കണ്ടുപിടിക്കണം. അതായത് എറർ കോൺസ്റ്റൻറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണും. സോ അത് വെച്ചിട്ട് നമ്മൾ K വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ ആ K വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കറസ്പോണ്ടിങ് കോർണർ ഫ്രീക്വൻസീസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ബോഡി പ്ലോട്ട് ഡയഗ്രാം വരയ്ക്കണം. അതായത് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ആൻഡ് ഫേസ് പ്ലോട്ട് വരയ്ക്കണം. ഫേസ് പ്ലോട്ടും മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫേസ് മാർജിൻ, അതായത് ബോഡി പ്ലോട്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഫേസ് മാർജിൻ ഓഫ് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം. ഫേസ് മാർജിൻ എന്ന് പറയുമ്പം എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ഗെയിൻ 0 ആവുന്ന ടൈമിലുള്ള ഫേസ് ആംഗിൾ കണ്ടുപിടിക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് ആംഗിൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താണ് 180 മൈനസ് ആ സംഭവം ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക്
ഫേസ് മാർജിൻ കിട്ടുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ അവിടെ തൊട്ടാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. നമ്മൾ ലാഗിൻ്റെ കേസിലാണെങ്കിൽ നമുക്കൊരു ഡിസൈഡ് ഫേസ് മാർജിൻ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരിക്കും. സോ അത് നമ്മൾ തിരിച്ച് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഒരു പ്ലസ് ഓർ മൈനസ് ഇറർ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് തന്നെയാണ് അത് അപ്ലൈ ചെയ്യും. ദെൻ അത് വെച്ചിട്ട് ഗ്രാഫിൽ നോക്കിയല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മറ്റേത് നമ്മൾ ഒരു ഡിസൈഡ് ഫേസ് മാർജിൻ ഉണ്ട്, അതിൻ്റെ ദെൻ ഫേസ് ആംഗിൾ വെച്ചിട്ട് ബോർഡേ പ്ലോട്ടിൽ അത് ഗ്രാഫിൽ നമ്മൾ ആ ആംഗിൾ വരത്തക്ക രീതിയിൽ വരച്ചിട്ടാണ് നമ്മൾ അടുത്ത ന്യൂ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല വരയ്ക്കുന്നത്. ഇവിടെ നമ്മളൊരു 5M എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫേസ് ആംഗിളിൻ്റെ ഇക്വേഷൻ, അതായത് മാക്സിമം ഫേസ് ലീഡ് ആംഗിൾ, ലീഡ് കോമ്പൻസേറ്ററിന് മാക്സിമം ഫേസ് ലീഡ് ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ 5M എന്ന് പറയുന്നത് കണ്ടുപിടിക്കും. 5M കണ്ടുപിടിച്ചിട്ട് ആ 5Mൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ആൽഫ വാല്യൂ കണ്ടുപിടിക്കും. ആൽഫ വാല്യൂ എന്താണ്? 1 - sin 5M/1 + sin 5. അപ്പോൾ ആ ആൽഫ വാല്യൂ കിട്ടും. ദെൻ ആ ആൽഫ വാല്യൂ എന്താണ്? ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് മാഗ്നിറ്റ്യൂഡ് g of j omega is -20, അതായത് -20 1/√α ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കും. ആ ഇക്വേഷനിൽ അത് എ വാല്യൂ അല്ലേ? സോ അത് ഗ്രാഫിൽ വരുന്ന പോയിന്റ് നമ്മൾ നോക്കും. ഓക്കെ, ആ ഫ്രീക്വൻസി നമ്മൾ ωm ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ അപ്പോൾ ωm നമ്മുടെ കയ്യിലുണ്ട്, ആൽഫ നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ആ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ടി കണ്ടുപിടിക്കും. സോ ഇപ്പം നമുക്ക് ഒരു കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ആയല്ലോ. ഓക്കെ, ലീഡ് കോമ്പൻസേറ്ററിൻ്റെ ഇക്വേഷനായി. അപ്പോൾ ഇക്വേഷനിലുള്ള ടി ആയി, ആൽഫയായി, എല്ലായി. സോ അങ്ങനെ നമ്മളൊരു കോമ്പൻസേറ്റർ അത് നമ്മൾ ലാഗിൽ ചെയ്ത പോലെ തന്നെ ഇത് നമ്മൾ എന്താണ് ഇതിൽ അപ്ലൈ ചെയ്യും. ഇതിൽ അപ്ലൈ ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ചെയ്ത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലാഗ് കോമ്പൻസേറ്ററിൽ ഇത്ര ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ എന്താണ് വെരിഫൈ ചെയ്താൽ മാത്രം മതി. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുതിയ ഒമേഗ ഈ കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൽ ഇട്ട് കൊടുത്ത് നമ്മൾ വെരിഫൈ ചെയ്താൽ മതി. ഫേസ് മാർജിൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്താൽ മാത്രം മതിയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഈ പുതിയ കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ട് വീണ്ടും നമ്മൾ ബോർഡേ പ്ലോട്ട് വരയ്ക്കും. വീണ്ടും ബോർഡേ പ്ലോട്ട് വരച്ചിട്ടാണ് അത് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? 2 ബോർഡേ പ്ലോട്ടാണ്. ഒറ്റ ഗ്രാഫ് ഷീറ്റിൽ തന്നെ നമ്മൾ 2 മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ആൻഡ് 2 ഫേസ് പ്ലോട്ട് വരയ്ക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലീഡ് കോമ്പൻസേറ്റർ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇതൊരു പ്രോബ്ലം ആണ്. ഇത് നമ്മളൊരു ലീഡ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യാൻ, അതായത് ബോർഡേ പ്ലോട്ട് വെച്ചിട്ട് ലീഡ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫേസ് മാർജിൻ, ഡിസൈഡ് ഫേസ് മാർജിൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി തന്നിട്ടുണ്ട്. ദെൻ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ എ യൂണിറ്റ് റാമ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത് 1/15 തന്നിട്ടുണ്ട്. ദെൻ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി മസ്റ്റ് ബി ലെസ് ദാൻ 7.5. അത് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. 7.5 റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കണ്ടീഷൻ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ബോർഡർ പ്ലോട്ട് വരയ്ക്കുന്നതെല്ലാം സെയിം ലാഗ് നെറ്റ്വർക്കിൻ്റെ സെയിം അതുപോലെ തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇസ് 1/15 തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് റാമ്പ് ഇൻപുട്ടാണ്. സോ വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം. 1/kV ആണ്. അപ്പോൾ കെ വിയുടെ വാല്യൂ എന്താണ്? 15 എന്ന് കിട്ടും. ദെൻ വെലോസിറ്റി എറർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്ന ലിമിറ്റ് s → 0 s × g of s h of s ആണ്. സോ അത് വെച്ചിട്ട് എന്താണ് ഇവിടെ നമുക്ക് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്. സോ h of s എന്ന് പറയുന്നത് 1 ആണ്. ദെൻ s → 0 ഇട്ട് എടുക്കുമ്പോൾ കെയുടെ വാല്യൂ കിട്ടും. k = എന്താണ്? kv = k എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ 15 തന്നെയാണ്. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ എന്ന് പറയുന്നത് 15/j⍵ × 1 + j⍵. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ഫസ്റ്റ് എന്താണ്? ഇതിൽ നമ്മുടെ ഒരൊറ്റ കോർണർ ഫ്രീക്വൻസി ഉള്ളു. ഈ കോർണർ ഫ്രീക്വൻസി എന്തായിരിക്കും? 1/j⍵യുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1 തന്നെയാണ്. അപ്പോൾ നമ്മുടെ കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ωc1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കാം. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കുന്നത് നമ്മൾ ലാഗിൽ അതുപോലെ തന്നെയാണ്. നമുക്കിവിടെ എന്ത് 2 ടേംസ് ഉണ്ട്. ഒന്ന് 15/j⍵, ദെൻ ഒന്ന് 1/1 + j⍵ എന്ന് പറയുന്ന 2 ടേംസ് ഉണ്ട്. സോ അതിന് രണ്ടിൻ്റെയും സ്ലോപ്പ് എന്താണ്? രണ്ടിലും j⍵ വരുന്നത് ഡിനോമിനേറ്ററാണ്. j⍵ ന്യൂമറേറ്ററിൽ വരുന്ന കേസസിലാണ് നമ്മൾ +20 എടുക്കുന്ന സ്ലോപ്പ്. j⍵ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ നമ്മൾ എന്താണ് എടുക്കുന്നത്? -20 ആണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ എന്താണ്, രണ്ടും -20 ആണ്. സോ ഇവിടുത്തെ ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്താണ്, ഒരു ωc1 ഒരെണ്ണേ ഉള്ളൂ, ഒരു കോർണർ ഫ്രീക്വൻസി ഉള്ളൂ. സോ ഇവിടെ എന്താണ്, -40. ഓക്കെ, നമ്മൾ ഇനി ചെയ്യുന്ന എന്താണ്, നമ്മളൊരു ലോവർ ഫ്രീക്വൻസിയും ഒരു ഹയർ ഫ്രീക്വൻസിയും എടുക്കും. ഓക്കെ, നമുക്കിവിടെ എന്താണ്, ωc1 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. സോ അതിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ ലോവർ ഫ്രീക്വൻസി എടുക്കണം. അപ്പോൾ നമ്മളൊരു 0.1 എടുത്തു. ദെൻ അതിനേക്കാളും കൂടിയൊരു വാല്യൂ ഹയർ വാല്യൂ ആയിട്ട് എടുക്കണം. സോ അത് നമ്മൾ 10 ആയിട്ട് എടുത്തു. നമ്മൾ ലാഗിന് ചെയ്ത അതുപോലെ തന്നെ. ഇനി നമ്മൾ എ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. എ വാല്യൂസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ωLൻ്റെ കേസ്, ωL ഈസ് ഈക്വൽ ടു ഏറ്റവും ലോവർ ഫ്രീക്വൻസി എത്രയാണ്, 0.1 നമ്മളെടുത്തു. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 20 log 15/j. ഇവിടെ എന്താണ്, എന്താണ്, 0.1 ആണ്. സോ 0.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു എ വാല്യൂ കിട്ടും. നെക്സ്റ്റ് അതുപോലെ തന്നെ ωc1 കോർണർ ഫ്രീക്വൻസി വെച്ചിട്ട് അവിടെ എന്താണ്, സെയിം ഇക്വേഷൻ തന്നെയാണ്, അടുത്ത് എന്താണ്, 1 വരും. സോ അതിൻ്റെ ഒരു വാല്യൂ 24. ദെൻ ഹയർ ഫ്രീക്വൻസി വരുമ്പോഴാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ആവുന്നത്. ഓക്കെ, അതായത് ഈ കോർണർ ഫ്രീക്വൻസിയിൽ നിന്ന് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് വരുമ്പോഴത്തേക്കാണ്, ഇവിടെ മേലെ നമുക്കിപ്പോൾ ഇക്വേഷൻ ഒന്നുമില്ല, രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ നിന്ന് നെക്സ്റ്റ് ഒരു വാല്യൂ കണ്ടുപിടിക്കണമെങ്കിലാണ് നമ്മളത് ഈ ഇക്വേഷൻ വരുന്നത്. എ ഈസ് ഈക്വൽ എന്താണ്, സ്ലോപ്പ് ഫ്രം, അതായത് മുമ്പലത്തേത് ωc1 തൊട്ട് ωh വരെയുള്ള സ്ലോപ്പ് ഇൻറ്റു log ωh/ωc1 പ്ലസ് എ, അതായത് ഈ ωc1ൻ്റെ വാല്യൂ, എ വാല്യൂ എത്രയാണ് അത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള സ്ലോപ്പ് എത്രയാണ്, നമ്മൾ ഇക്വേഷനിൽ -20 എന്ന് പറയുന്നത് -40 ആയിരിക്കും സ്ലോപ്പ്. സോ -40 ആണ് സ്ലോപ്പ് ഇൻറ്റു ലോഗ് എത്രയാണ്, ഹയർ ഫ്രീക്വൻസി എത്രയാണ്, 10 ബൈ കോർണർ ഫ്രീക്വൻസി എത്രയാണ്, 1. അപ്പം -40 ഇൻറ്റു ലോഗ് 10/1 പ്ലസ് കോർണർ ഫ്രീക്വൻസിയിലുള്ള എയുടെ വാല്യൂ എത്രയാണ്, 24. ദെൻ 24. അപ്പോൾ നമുക്ക് ഒരു എ വാല്യൂ കിട്ടി. ദെൻ ഇത് വെച്ചിട്ട് ഈ 3 വാല്യൂസും വെച്ചിട്ട്, അതായത് നമ്മൾ 3 ഫ്രീക്വൻസീസിലുള്ള 3 വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കാം. ദെൻ നമ്മൾ നെക്സ്റ്റ് വരയ്ക്കുന്നത് ഫേസ് പ്ലോട്ടാണ്. ഫേസ് പ്ലോട്ട് വരയ്ക്കാൻ നമുക്ക് എന്താണ് വേണ്ടത്, ആംഗിൾ വേണം. ആംഗിൾ എന്താണ്, ഫസ്റ്റത്തെ ടേം എന്താണ്, 15/j. സോ 15/j ആംഗിൾ എന്താണ്, -90 മൈനസ് അടുത്ത ടേം എന്താണ്, j ω 1 + j ω ടേം ആണ്. സോ അതിൻ്റെ ഇതെന്ത് വരും, tan ഇൻവേഴ്സ് ഓഫ് ഒമേഗ. ദെൻ ഇതിലും നമ്മൾ പല വാല്യൂസ് ഇട്ടിരുന്നു, വാല്യൂസ് പല വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഫേസ് പ്ലോട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ഫേസ് പ്ലോട്ടും കിട്ടി, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ദെൻ ഇപ്പം നമ്മൾ ഗ്രാഫിലോട്ട് പോവാം. ഓക്കെ, ഈ ഗ്രാഫിൽ നമ്മൾ എന്താണ്, മറ്റേ ലാഗിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി, അതായത് ആ ടൈമിലുള്ള ഫേസ് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഗെയിൻ ക്രോസ് ഓവർ ടൈമിലുള്ള ഫേസ്, അതായത് ഗെയിൻ ക്രോസ് ഓവർ എത്രയാണ്, നമ്മുടെ ഗെയിൻ 0 ആവുന്ന ടൈം. ഓക്കെ, ഗെയിൻ 0 ആവുന്ന ഏതാണ്, ഇവിടാണ് ഗെയിൻ 0 ആവുന്നത്. സോ അത് നമ്മൾ നേരെ എങ്ങോട്ടാണ്, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിലോട്ട് വരയ്ക്കുന്നു. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിലോട്ട് വരച്ചിട്ട് ദെൻ അവിടുന്ന് നമ്മൾ നേരെ എങ്ങോട്ട് വരയ്ക്കുന്നു, താഴോട്ട് വരയ്ക്കുന്നു. താഴോട്ട് വരച്ചിട്ട് ഇതാണ് നമ്മൾ ഫേസ് പ്ലോട്ട് എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് ഉള്ള ആംഗിൾ എത്ര ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദെൻ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, ആംഗിൾ എന്ന് പറയുന്നത് അത് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ കിട്ടും. ആംഗിൾ -167 ആണ് നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത്. ഇത് നമ്മളത് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫേസ് മാർജിനുമായിട്ട് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആ -167 ആണ് നമുക്ക് കിട്ടിയ എന്താണ്, ഇത് 5GC ഫേസ് എന്ന് പറയുന്നത്, ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയുടെ ടൈമിലുള്ള ഫേസ് എന്ന് പറയുന്നതാണ് -167. ഇത് നമ്മൾ ലാഗിൽ ചെയ്ത പോലെ തന്നെ എങ്ങനെയാണ് ഫേസ് മാർജിൻ കണ്ടുപിടിക്കുന്നത്. ഫേസ് മാർജിൻ എന്ന് പറഞ്ഞാൽ 13 ഡിഗ്രിയെ നമുക്ക് കിട്ടി. സോ നമുക്ക് വേണ്ട ഫേസ് മാർജിൻ എത്രയാണ്, 45 ഡിഗ്രിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മുടെ പുതിയ മാക്സിമം ലീഡ് ആംഗിളിൻ്റെ ഇക്വേഷൻ, അപ്പോൾ നമ്മൾ ലാഗിൻ്റെ കേസിലാണെങ്കിൽ ഇത് ഡയറക്റ്റ് ഒരു 5 ഡിഗ്രിയും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ എന്താണ് ഗ്രാഫിൽ വെച്ചിട്ടാണ് പുതിയ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ഇത് വെച്ചിട്ട് 45 മൈനസ് ഈ ഒരു ഇക്വേഷനുണ്ട്, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരു ആംഗിൾ കണ്ടുപിടിക്കുക. ആ ആംഗിളാണ് നമ്മുടെ 5M എന്ന് പറയുന്നത്. മാക്സിമം ലീഡ് ആംഗിൾ 5M എന്ന് പറയുന്നത് ഈ ആംഗിൾ ആയിരിക്കും. സോ ആ ആംഗിൾ വെച്ചിട്ട് നമ്മൾ ബാക്കി ഇക്വേഷൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആൽഫ വാല്യൂസ് 5M ഉണ്ടെങ്കിൽ ആൽഫ വാല്യൂ കിട്ടും. ദെൻ 5M ഉണ്ടെങ്കിൽ ആൽഫ വാല്യൂ കിട്ടും. ദെൻ ആൽഫ വാല്യൂ വെച്ചിട്ട് എന്താണ്, ωM കിട്ടും. ഓക്കെ,
ഒമേഗ എ അല്ല ആൽഫ വാല്യൂ വെച്ചിട്ട് ഒമേഗ എം അല്ല എയുടെ വാല്യൂ കിട്ടും. എ ഈസ് ഈക്വൽ ടു -21/√α. ആ എ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ പുതിയ ഫ്രീക്വൻസി ആയിരിക്കും ആ എ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ മറ്റെടുത്ത് ഗ്രാഫ് വെച്ചിട്ട് ഡയറക്റ്റ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ ഈസ് ഈക്വൽ ടു, അതായത് ഡെസിബൽ മാഗ്നിറ്റ്യൂഡ് കറസ്പോണ്ടിങ് ടു ഒമേഗ എം. അപ്പോൾ എ വാല്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? -20 log 1/√α എന്ന് പറയും. ആൽഫ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. സോ എ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എ വാല്യൂ വെച്ചിട്ട്, ഈ എ വാല്യൂ എത്രയാണ്? -6 ഡെസിബൽ. ഈ എ വാല്യൂ വരുന്ന ടൈമിലുള്ള ഒമേഗ എത്ര ആണെന്ന് നമ്മൾ ഗ്രാഫിൽ പോയി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ ഇതേ -6 ആണ് നമ്മുടെ കിട്ടിയ എ വാല്യൂ എന്നുള്ളത്. സോ ആ -6 വരുന്ന ടൈമിലുള്ള മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൽ വന്ന് ടച്ച് ചെയ്ത് ദെൻ അവിടെ നിന്ന് താഴോട്ട് വരയ്ക്കുമ്പോഴുള്ള ഫ്രീക്വൻസി എത്രയാണ്? ഒമേഗ എം എന്ന് പറയുന്നത് 5.6 radian/second നമുക്ക് കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ പുതിയ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5.6. ഓക്കെ, അപ്പം നമുക്ക് ഒമേഗ എം എന്ന് പറയുന്ന 5.6 കിട്ടി. ദെൻ നമുക്ക് ഇനി എന്താണ് വേണ്ടത്? ടി ഈസ് ഈക്വൽ ടു, ടിയുടെ ഇക്വേഷൻ എന്താണ്? 1/, അതായത് നമ്മുടെ ഒമേഗ എമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/T√α ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ട് എന്താണ്? ഒമേഗ എമ്മിൻ്റെ ടിയുടെ ഇക്വേഷൻ എന്താണ്? 1/ωm√α എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ടി വാല്യൂ കിട്ടും. സോ ആൽഫ ടിയും കിട്ടി, ടിയും കിട്ടി. നമുക്ക് കോമ്പൻസേറ്ററിൻ്റെ ഇക്വേഷൻ എഴുതി കൂടെ? സോ ഇതാണ് നമ്മുടെ പുതിയ കോമ്പൻസേറ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അതേപടി എന്താണ് മറ്റേ ബ്ലോക്ക് ഡയഗ്രത്തിൽ വെച്ചിട്ട് ടോട്ടൽ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി. അപ്പോൾ ഇത് നമുക്ക് മുന്നേ ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് എക്സ്ട്രാ വന്ന കോമ്പൻസേറ്ററാണ്. 1/α ടേം ഓൾറെഡി നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിലുണ്ട്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ആൽഫ വാല്യൂ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1/α വാല്യൂ നമ്മളിവിടെ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ കോമ്പൻസേറ്റഡ് സിസ്റ്റം, ഇത് നമുക്ക് ഉണ്ടായിരുന്നത് അൺകോമ്പൻസേറ്റഡ്. സോ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മുടെ ടോട്ടൽ കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ട് ഒന്നും കൂടെ ബോർഡർ പ്ലോട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ട് ഒന്നും കൂടെ ബോർഡർ പ്ലോട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ്? അവിടെയും jω, അതായത് എസ്സിന് പകരം jω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. കോർണർ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. ഇവിടെ ആണെങ്കിൽ എത്ര കോർണർ ഫ്രീക്വൻസീസ് വരും? 1, 2, 3 കോർണർ ഫ്രീക്വൻസി വരും. ഓക്കെ, ഫസ്റ്റ് ഏതാണ്? ωc1 ഈസ് ഈക്വൽ ടു 1/, ഇത് നമ്മൾ ആദ്യത്തെ കോർണർ ഫ്രീക്വൻസി 1 radian/second. ദെൻ അടുത്ത കോർണർ ഫ്രീക്വൻസി ഏത് വരും? 1/0.36 എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഓക്കെ, 1, 2.8, 11.1, അതായത് നമ്മുടെ ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലോട്ട് പോകും. എന്നാൽ മാത്രമല്ല നമുക്ക് വാല്യൂ 1/, ആ വാല്യൂ എടുക്കുമ്പോഴത്തേക്കും തിരിച്ച് അസെൻഡിങ് ഓർഡറിൽ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 1/0.3. ഓക്കെ, അതെടുക്കുമ്പോൾ നെക്സ്റ്റ് കോർണർ ഫ്രീക്വൻസി കിട്ടും. അടുത്തത് 1/0.09 എടുക്കുമ്പോൾ അടുത്ത കോർണർ ഫ്രീക്വൻസി കിട്ടും. അങ്ങനെ 3 കോർണർ ഫ്രീക്വൻസീസ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ആ കോർണർ ഫ്രീക്വൻസീസ് വെച്ചിട്ട് നമ്മൾ എന്താണ് മുമ്പത്തെ പോലെ തന്നെ ടേബിൾ എഴുതുകയാണ്. ഈ ടേബിൾ എഴുതുമ്പോൾ ഇവിടെ ഒരൊറ്റ വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം നമ്മുടെ കോർണർ ഫ്രീക്വൻസീസ് ഒക്കെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ ടേംസ് എല്ലാം നോക്കിക്കേ, jω ഡിനോമിനേറ്ററിലാണ്. jω ഡിനോമിനേറ്ററിൽ വരുമ്പോഴൊക്കെ സ്ലോപ്പ് എന്താണ്? -20 ആണ്. പക്ഷേ ഒരു ടേം എന്താണ്? jω ന്യൂമറേറ്ററിലാണ്. ഓക്കെ, അത് നമ്മുടെ മറ്റേ എന്താണ് കോമ്പൻസേറ്റഡ് സിസ്റ്റം. ഇത് നോക്കേ, ഈ ഇക്വേഷനിൽ നോക്കേ, ഈ ഇക്വേഷനിൽ ഇതെന്ന് പറയുന്നത് ന്യൂമറേറ്റഡ് ടേം ആണ്. സോ ആ ടേം വരുന്ന സ്ഥലത്ത് മാത്രം എന്താണ്? +20 ആണ്. അപ്പോൾ അതെടുക്കുമ്പോൾ എന്ത് വരും? ഈ ചേഞ്ച് ഇൻ സ്ലോപ്പിൽ വ്യത്യാസം വരും. ഇവിടെ വരുമ്പോൾ ഓക്കെ -20, -20, -40. അടുത്ത ടേം വരുമ്പോൾ എന്താണ്? ഈ -40 + 20 ഇസ് ഈക്വൽ ടു എന്താണ്? -20. ഓക്കെ, ആ ഒരു വ്യത്യാസം വരും. ഓക്കെ, അത് നോക്കി വേണം ചെയ്യാനായിട്ട്. ഇനി ബാക്കിയെല്ലാം നമ്മൾ എന്താണ് പഴയ പോലെ തന്നെ ഇതെല്ലാം നമ്മുടെ കോർണർ ഫ്രീക്വൻസി. ഇനി ഒരു ലോവർ കോർണർ ഫ്രീക്വൻസി ആൻഡ് ഒരു ഹയർ കോർണർ ഫ്രീക്വൻസി. ലോവർ നമുക്ക് 0.1 തന്നെ എടുക്കാം, കാരണം ഇവിടെ ഏറ്റവും ചെറുത് 1 ആണ്. സോ അതിൽ നിന്നും ലോവറായിട്ട് നമുക്ക് എന്ത് വരാം? ഒരു 0.1 എടുക്കാം. ദെൻ ഇവിടുത്തെ ഹയർ എന്താണ്? 11.1 ആണ്. സോ അതിനേക്കാളും കൂടിയൊരു വാല്യൂ വേണം നമ്മൾ എടുക്കാൻ, ഹയർ വാല്യൂ ആയിട്ട്. സോ ഇവിടെ നമുക്ക് ഒരു 50 radian/second എടുത്തു.
ഓക്കെ, അത് വെച്ചിട്ട് ഇനി എ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് എന്താണ് ലോവർ ഫ്രീക്വൻസി 0.1 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു വാല്യൂ കിട്ടി. ദെൻ ഒമേഗ C1 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് 1 എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അടുത്ത വാല്യൂ കിട്ടി. ഒമേഗ C2 എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? സ്ലോപ്പ് ഫ്രം ഒമേഗ C1 ടു ഒമേഗ C2 അതെത്രയാണ്? -40 ഇൻറ്റു ലോഗ് ആ വാല്യൂ എത്രയാണ്? 2.8/1 പ്ലസ് നേരത്തെ എ വാല്യൂ അതാണ് 24. അത് ഓക്കെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരും? ഇത് ഒമേഗ C1 ടു ഒമേഗ C2 ആണ് എടുത്തത്. അടുത്തെടുക്കുമ്പോൾ ഒമേഗ C2 ടു ഒമേഗ C3 അതിൻ്റെ സ്ലോപ്പ് എത്രയാണ്? -20. ഓക്കെ, അതിൻ്റെ സ്ലോപ്പ് -20 ഇൻറ്റു ലോഗ് ഒമേഗ C3 11.1/2.8. ഗെയിൻ ഏതാണ്? തൊട്ട് മുന്നാലത്തെ ഗെയിൻ അതാണ് 6 എന്ന് പറയുന്നത്. ഓക്കെ, അതെടുക്കുമ്പോൾ നമുക്ക് എന്താണ്? അതിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? 50 radian/second. അതുപോലെ തന്നെ ഒമേഗ C3 ടു ഹയർ വാല്യൂ വരെ ഉള്ളത് എന്താണ്? -40 ആണ് സ്ലോപ്പ്. സോ അതിൻ്റെ സ്ലോപ്പ് -40 ലോഗ് 50/11.1 പ്ലസ് ഇവിടുത്തെ ഡെസിബൽ ഏതാണ്? -6 ഈക്വൽ ടു അതിനൊരു എ വാല്യൂ കിട്ടും. സോ ഇത് ഇത്രയും വാല്യൂസ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ സെയിം ഗ്രാഫിൽ തന്നെ എന്താണ്? ഇപ്പം നമുക്ക് ഓൾറെഡി 2 വാല്യൂസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാല്യൂ തൊട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. 2 വാല്യൂസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അതായത് 0.1ൻ്റെയും 0.1 അതായത് നേരത്തെ നമ്മൾ ഫസ്റ്റ് വരച്ചപ്പോൾ 0.1ലെയും 1ലെയും ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് അതിൻ്റെ കൂടെ ആയിട്ട് തന്നെ അടുത്ത ഒരു കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടാണ് ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫേസ് പ്ലോട്ടും വരയ്ക്കണം. ഫേസ് പ്ലോട്ട് എങ്ങനെയാണ്? ഫേസ് പ്ലോട്ട് മറ്റേനെ പോലെ തന്നെ നമ്മൾ എന്താണ് ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നു. ഇക്വേഷൻസ് എന്താണ്? ന്യൂമറേറ്ററിൽ വരുമ്പോൾ ടാൻ എന്താണ്? നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. ന്യൂമറേറ്ററിൽ ഒരു ടേം ഉണ്ട്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 0.36 ഒമേഗ മൈനസ് 90 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 0.09 ഒമേഗ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ. നമുക്ക് ഇക്വേഷൻ നോക്കാൻ മനസ്സിലാവും. ദെൻ അതിന് നമ്മൾ ഈ പല കോർണർ ഫ്രീക്വൻസീസ് ഇട്ട് കൊടുത്തിട്ട് എന്താണ് നമുക്ക് 5 വാല്യൂസ് കിട്ടി. അത് വെച്ചിട്ട് നമ്മളൊരു പുതിയ എന്ത് വരച്ചു? ഫേസ് പ്ലോട്ടും വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി വീണ്ടും നമ്മൾ ഒന്നും കൂടി നോക്കണം. ഈ ഫേസ് പ്ലോട്ടിൽ ഒന്നും കൂടി ഗ്രാഫ് വെച്ചിട്ട് നോക്കണം. ന്യൂ ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ A0 ആവുന്ന പോയിൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെ വരെ പോകണം? നമ്മുടെ പുതിയ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൽ പോകണം. പുതിയ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൽ വന്ന് ടച്ച് ചെയ്തിട്ട് ദെൻ അത് നമ്മൾ നേരെ താഴോട്ട് വരയ്ക്കുന്നു. നേരെ താഴോട്ട് എവിടെ വരയ്ക്കുന്നത്? നമ്മുടെ പുതിയ ഫേസ് പ്ലോട്ടിൽ. ഓക്കെ, ഇവിടാണ് നമ്മുടെ പുതിയ ഫേസ് പ്ലോട്ട്. അപ്പോൾ അത് മാറിപ്പോവരുത്. നമ്മുടെ പുതിയ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൽ നിന്ന് നമ്മുടെ പുതിയ ഫേസ് പ്ലോട്ടിലോട്ട് വരയ്ക്കുന്നു. ദെൻ ആ പോയിന്റിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഫേസ് പ്ലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അത് എന്താണ് വാല്യൂ? -134 ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, -134 ആണ് നമ്മുടെ വാല്യൂ. ദെൻ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ